അടുക്കള അങ്ങോട്ട് വെള്ള കളർ ആക്കിയപ്പോഴത്തേന് എല്ലാം ഇങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കുകയെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിലൊക്കെ ഉണ്ടല്ലോടാ, മൊത്തത്തിൽ ഇങ്ങനെ പാടുകളും കാര്യങ്ങളും ഒക്കെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിറയെ പാടുകളൊക്കെ വരും കേട്ടോ. സീച്ചാണ്ടാണെങ്കിൽ അവിടെ നിന്ന് നെല്ലിക്കമ്പൊക്കെ മുറിച്ച് വൃത്തിയാക്കുമായിരുന്നു, കാരണം അതിലെല്ലാം അങ്ങ് പുഴുക്കൾ കയറിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ എനിക്കിങ്ങനെ അകത്തിരിക്കുമ്പോൾ പുറത്തോട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന കാണുന്ന ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മുറ്റം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് അടുക്കി പറക്കി അകത്തോട്ട് വെക്കുകയാണ്. ഇത് ഞാൻ അടുക്കി പറക്കി അകത്തോട്ട് വെച്ചാലും ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ പുറത്തോട്ട് തന്നെ വരും. എങ്കിലും ഇടയ്ക്കെല്ലാം ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ആ ജനലും നന്നായിട്ട് തുടയ്ക്കുക. നമ്മൾ ആദ്യം ഒന്ന് തുണി കൊണ്ട് തുടച്ചിട്ട് നമ്മൾ പേപ്പർ കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ല പളാന്ന് തിളങ്ങും. ഗ്ലാസ് അല്ല, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വെച്ചത് തന്നെ എനിക്ക് മുറ്റമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുക്കള സൈഡിലെ ഈ കുഞ്ഞ് ജനലും കൂടെ ആ സൈഡിൽ ചെന്ന് നിന്ന് തുടച്ച് കേട്ടോ. ഇവിടെ പിന്നെ വലിഞ്ഞു കയറാൻ വേണ്ടിയിട്ട് ഏണിയുടെ ആവശ്യമില്ല, എനിക്ക് തന്നെ നീളം ഉണ്ടായിട്ട് അത് തന്നെ എത്തിപ്പിടിച്ച് ചെയ്യും. പിന്നെ ഒരുപാട് പേര് ചേച്ചിയുടെ നീളം എത്രാന്ന് ചോദിക്കുന്നുണ്ട്. 160 എൻ്റെ നീളം. എൻ്റെ നീളത്തിൻ്റെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അപ്പുക്കുട്ടനും സീച്ചറിനൂടെ പെരയുടെ മുകളിൽ കയറി. ഇനി അവരെ രണ്ടിനെ താഴെ ഇറക്കാൻ പോട്ടെ. ടാറ്റാ.